വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ RRB ജനറൽ സയൻസിലെ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഇന്നത്തെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത് എന്നുള്ള കാര്യമാണ് അല്ലേ. നമ്മളവിടെ പഠിച്ചിരുന്നു നമ്മൾ എലമെൻറ്റുകളെ ആദ്യ കാലഘട്ടങ്ങളിൽ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതായത് നമ്മൾ എലമെൻറ്റുകളെ പറ്റി പഠിച്ചു വന്നപ്പോൾ അവിടെ അത് പഠിച്ച സയൻറ്റിസ്റ്റുമാർ കണ്ടൊരു കാര്യമാണ് എന്ത്, നമ്മൾ ഈ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ കുറേ എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടീസ്, ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തോ ഒരു റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡൊബ്രീനറിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അദ്ദേഹം എലമെൻറ്റുകളെ അവരുടെ അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ 3 എണ്ണമുള്ള ട്രയാഡ്സ് കിട്ടി. പിന്നീട് ന്യൂലാൻഡ് എലമെൻറ്റുകൾ അറ്റോമിക് മാസിനനുസരിച്ച് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും 8 എണ്ണം വരുന്ന ഒക്ടേവിസ് കിട്ടി. പിന്നെ നമ്മുടെ മെൻ്റലീവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എലമെൻറ്റുകളെ അന്ന് ഉണ്ടായിരുന്ന എലമെൻറ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്ത സമയത്ത് എന്ത് കിട്ടിയിരുന്നു, നമുക്ക് ഒരു പീരിയോഡിക് ടേബിൾ കിട്ടിയിരുന്നു. അതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന് മുമ്പുണ്ടായിരുന്ന അത്യാവശ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു വെർഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതെന്തുകൊണ്ട് ഫെയിലായതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് അതിനെ ഈ പറഞ്ഞ പീരിയോഡിസിറ്റി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പറ്റിയില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എന്ത് വരുന്നത്, മോഡേൺ പീരിയോഡിക് ടേബിൾ വരുന്നത്. സോ മോഡേൺ പീരിയോഡിക് ടേബിൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 1913 കാലഘട്ടത്തിൽ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ആരാണ്, ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവരികയാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം തെറ്റായിരുന്നു. അതായത് നിങ്ങൾ ഇതുവരെ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എലമെൻറ്റുകളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടെ അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ള ഒരു തെറ്റായ ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ ധാരണയിലാണ് നമുക്ക് തെറ്റുപറ്റിയത്. അതായത് നമ്മുടെ മോസ്ലി പറഞ്ഞത് ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കലും കെമിക്കലുമായ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടെ അറ്റോമിക് നമ്പറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോഡേൺ പീരിയോഡിക് ലോ ഈ പറയുന്നത്, ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കലും കെമിക്കലുമായ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്, അറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫംഗ്ഷനാണ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഈ പറയുന്ന അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എലമെൻറ്റുകൾ അറേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഇന്നത്തെ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ കിട്ടിയത്. അപ്പോൾ അവിടെ വന്നൊരു ചോദ്യമാണ് അല്ലേ, എന്തുകൊണ്ടാണ് പീരിയോഡിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എലമെൻറ്റുകളെ എടുത്തിട്ട് നമ്മൾ അവരുടെ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവസാനത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുള്ള ഒരു സിമിലാരിറ്റിയാണ് അവർക്ക് ഒരേ പ്രോപ്പർട്ടീസ് കൊടുത്തത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹൈഡ്രോജൻ എടുക്കുകയാണ് അല്ലേ. നമുക്കറിയാം ഹൈഡ്രോജൻ അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് ഹൈഡ്രോജൻ എന്താണ്, ഒരു ഷെല്ല്, നമ്മളെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കിടന്ന് ഓർബിറ്റ് ചെയ്യുന്നത് ഒരു ഓർബിറ്റിലാണ്. ഈ ഓർബിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇവിടെ ഈ പറയുന്ന നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെൽ എന്ന് വിളിക്കുന്നത് എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ആറ്റത്തിൻ്റെ ബേസിക് കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഉള്ളതല്ലേ. അതിലാദ്യം വരുന്നത് നടുക്കിരിക്കുന്ന ഒരു ന്യൂക്ലിയസ് ആണ്. അതിനകത്ത് ആരൊക്കെയുണ്ട്, പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണ് നോ ചാർജ്. അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നത് അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക പാത്തിലാണ്. ആ പാത്തിനെയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഷെല്ല് എന്ന് വിളിക്കുന്നത്. ഇനി അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എലമെൻറ്റുകൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ പറയുന്ന ഷെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഫില്ലാവുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഷെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും, 8 ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും. ആ കാര്യം നമുക്കറിയാമല്ലോ. ഇനി നമ്മൾ എലമെൻറ്റുകളെ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഹൈഡ്രോജൻ ഔട്ടർ മോസ്റ്റിൽ 1, തൊട്ട് താഴെയുള്ള ലിഥിയമാണ് അല്ലേ. ലിഥിയം നമ്മൾ എടുത്തപ്പോഴത്തേക്കും ലിഥിയത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ആദ്യത്തെ ഓർബിറ്റിൽ 2 പേര്, ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അടുത്ത ഓർബിറ്റിൽ ഒരാൾ, കണ്ടോ, ഹൈഡ്രോജൻ്റെ ഔട്ടർ മോസ്റ്റിൽ ഒരാൾ, ലിഥിയത്തിൻ്റെ ഒരാൾ. അതുപോലെ നമ്മൾ സോഡിയം എടുത്തു കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ അവസ്ഥയും സെയിം തന്നെയാണ്. സോഡിയത്തിൻ്റെയും ആദ്യത്തെ സെൽ, സോഡിയം Na എന്നതുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോഡിയത്തിൻ്റെ ആദ്യത്തതിൽ 2, അടുത്തതിൽ
എത്ര എണ്ണം കാണുമെന്ന് ഞാൻ പറഞ്ഞു, മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന 8 എണ്ണം കാണും. അപ്പോൾ 8, 9, 10, അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് ഔട്ടർ മോസ്റ്റിൽ 1. കണ്ടോ, ഹൈഡ്രോജൻ, ലിഥിയം, സോഡിയം, കണ്ടോ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ, അവരുടെയൊക്കെ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണുകളിലെ കോൺഫിഗറേഷൻ സെയിം ആണ്. അപ്പോൾ ഈ കോൺഫിഗറേഷനിലുള്ള സിമിലാരിറ്റിയാണ് അവർക്ക് ഏതാണ്ട് ഒരുപോലത്തെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടെത്തി. അതിന് നമ്മൾ വിശദീകരണവും കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് കിട്ടുന്നത്, മോഡേൺ പീരിയോഡിക് ടേബിൾ കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ആറ്റത്തിന് ചുറ്റും നമ്മൾ എന്താണ് ഓർബിറ്റുകൾ മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇതുപോലെ വീണ്ടും ഓർബിറ്റ് ഉണ്ട്, സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുന്ന ഇതാണെന്ന് വിചാരിക്കുക. ഇനി ഒരു തേർഡ് ഓർബിറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതാണെന്ന് വിചാരിക്കുക. ഇതിൽ ആദ്യത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആദ്യത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്താണ് നമ്മുടെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. രണ്ടാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1, 2, 3, 4, 5, 6, 7, 8 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫില്ലിംഗ് നടക്കുന്നത് എന്ന് തന്നെ നമ്മൾ എഴുതുന്നു. ഇപ്പോൾ എഴുതുകയാണ് 2 ആദ്യത്തേൽ, രണ്ടാമത്തേൽ 8, മൂന്നാമത്തേൽ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ 1, അല്ലെങ്കിൽ 2, 8, 2 എന്ന് എഴുതുന്ന ഈ രീതിയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ പറയുന്ന ഷെല്ലുകൾക്ക് പേരുകളുണ്ട്. ആദ്യത്തേത് K, രണ്ടാമത്തേത് L, M, N, എക്സെട്ര എന്നിങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യത്തേത് K ഷെല്ല്, രണ്ടാമത്തേത് L, M, N എന്നിങ്ങനെയാണ് പോകുന്നത്. ഓർമ്മയുണ്ടാവുമല്ലോ, പണ്ട് പഠിച്ചതൊക്കെ ഇപ്പോൾ ഓർമ്മ വന്ന് കാണാം. ഇനി ഒരു ഷെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഷെല്ലിനകത്ത് എന്തുണ്ട്, ആ ഷെല്ലിനകത്ത് സബ് ഷെല്ലുണ്ട്. ആ ഷെല്ലിനകത്ത് എന്തുണ്ട്, സബ് ഷെല്ലുണ്ട്. ഓക്കെ, എന്തുണ്ട്, സബ് ഷെൽ. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സബ് ഷെല്ലുകൾ നമ്മൾ S, P, D, F എന്നീ പേരുകൾ കൊടുത്തിട്ടാണ് നമ്മൾ സബ് ഷെല്ലുകളെ വിളിക്കുന്നത്. 10ാം ക്ലാസ് വരെയുള്ള ലെവലിൽ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. +1, +2 പോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഓർബിറ്റലുകൾ ഉണ്ടെന്നും പിന്നെ ക്വാണ്ടം നമ്പറുകളെ പറ്റിയിട്ടൊക്കെ പഠിക്കും. നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള അറിവ് മതി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് ഷെല്ലിലാണ് അല്ലെങ്കിൽ ഓർബിറ്റിലാണ്. ആ ഷെല്ലുകളുടെ പേരാണ് K, L, M, N, എക്സെട്ര. ഈ ഷെല്ലിനകത്ത് സബ് ഷെല്ലുണ്ട്, അതാണ് S, P, D, F എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു നില വിചാരിക്കുക. ഇപ്പോൾ K എന്ന് പറയുന്നത് നിലയാണ്. ആ നിലയ്ക്കകത്ത് കുറേ മുറികളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മുറി 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന മുറി, രണ്ടാമത്തേൽ എത്രയാണ് 6 പേർക്ക് താമസിക്കാൻ പറ്റുന്ന മുറി, മൂന്നാമത്തേത് 10 പേർക്ക് താമസിക്കാൻ പറ്റുന്ന മുറി. ഈ ചെറിയ മുറികളാണ് സബ്ഷെൽ എന്ന് വിചാരിക്കുക. ആദ്യത്തേത് S സബ്ഷെൽ, 2 എണ്ണം ഇലക്ട്രോണേ അതിനകത്ത് കൊള്ളുള്ളൂ. മൂന്നാമത്തെ P 6 എണ്ണം കൊള്ളും. അടുത്തത് D 10 എണ്ണം കൊള്ളും. അത്രയെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു മോഡേൺ പീരിയോഡിക് ടേബിളാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കാണുന്നത്. ആ പീരിയോഡിക് ടേബിൾ നമ്മൾ എലമെൻറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നോക്കാം, ഈ പറയുന്നതിനകത്ത് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയോ, ഇതാ ഇങ്ങനെയുള്ള ലൈനുകളാണ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ടുള്ള ലൈനുകളാണ് വെർട്ടിക്കൽ. അപ്പോൾ നമ്മളൊരു പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ഇവിടെ ഹൊറിസോണ്ടലായിട്ടുള്ള എന്തുണ്ട്, ലൈൻ കോളങ്ങളുണ്ട്. ഈ ഹൊറിസോണ്ടലായിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീരീഡ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, പീരീഡ്സ്. ഈ വെർട്ടിക്കലായിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വെർട്ടിക്കലായിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഗ്രൂപ്പ്. അങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പീരീഡ് ഉണ്ട്, 1, 2, 3, 4, 5, 6, 7. സോ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താണെന്ന്, മറന്നുപോയല്ലേ. ഇവൻ്റെ ബാക്കിയാണിത്, ഇവൻ്റെ ബാക്കിയാണിത്. ഇതാണെന്ത്, ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലാന്തനൈഡിൻ്റെ ബാക്കി വരുന്ന ഇവർ ലാന്തനൈഡ്, ആക്ടിനൈഡിൻ്റെ ബാക്കി വരുന്ന ഇവർ ആക്ടിനൈഡ്. എഴുതാനുള്ളൊരു ഭംഗിക്കും ഒരു ഓർഡറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ മാറ്റി എഴുതിയിരിക്കുന്നതെന്ന് തൽക്കാലം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എത്ര പീരീഡ് ഉണ്ട്, 7 പീരീഡ്. അപ്പോൾ എത്ര ഗ്രൂപ്പാണ് ഉള്ളത്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 17, 18 അല്ലേ. അപ്പോൾ 18 എന്തുണ്ട്, ഗ്രൂപ്പുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ 7 പീരീഡും 18 ഗ്രൂപ്പുകളും അടങ്ങുന്നതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. 7 പീരീഡും 18 ഗ്രൂപ്പുകൾ. ഇനി അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ, എവിടെ വരുന്ന ആൾക്കാർ, ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ. ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ഒരു ഗ്രൂപ്പിലാവുന്നത്? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. അതിനെയല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാലൻസി എന്ന് വിളിക്കുന്നത്. എന്താണ് വാലൻസി? ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. അതായത് ഹൈഡ്രോജനിലും ലിഥിയത്തിലും സോഡിയത്തിലും പൊട്ടാസ്യത്തിലും റുബീഡിയത്തിലും സീസിയത്തിലും ഫ്രാൻസിയത്തിലും അവസാനത്തെ ഓർബിറ്റിൽ ഒരാളായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ബെരീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയത്തിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പോകുന്നത്? ഗ്രൂപ്പുകൾ പോകുന്നത്. അപ്പോൾ പിരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? പിരീഡുകളിൽ ഷെല്ലുകളുടെ എണ്ണം സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒന്നാമത്തെ പീരീഡ് നമ്മൾ എടുത്താൽ അവിടെ എന്താണ്? കെ ഷെല്ല് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ എടുത്തുകയാണെങ്കിൽ ഇവിടെ എന്താണ്? എൽ ഷെല്ല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3. അപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയസ്, പിന്നെ ഔട്ടർ മോസ്റ്റിൽ 2, പിന്നെ അപ്പോൾ ഇത് കെ ആയി അല്ലേ. അവിടെ തൊട്ടടുത്ത് ഏതാണ്? എല്ലാണ്. എല്ലിൽ 1. ബെരീലിയം എടുത്തേ അറ്റോമിക് നമ്പർ എത്രയാണ്? 4. അപ്പോൾ എന്ത് പറ്റും? ആദ്യത്തേതിൽ 2, പിന്നെ ഉള്ളതിൽ 2. അടുത്ത് നമ്മൾ ബോറോൺ എടുത്തു കഴിഞ്ഞാൽ ബോറോൺ അറ്റോമിക് നമ്പർ എത്രയാണ്? 5. 5 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. അങ്ങനെ അടുത്ത് കാർബണിൽ 6, നൈട്രോജനിൽ 7, ഓക്സിജനിൽ 8. ഓക്കെ. പിന്നെ എന്ത് വരും? ഫ്ലൂറിനിൽ 9, നമ്മുടെ നിയോണിൽ എന്താണ്? അവസാനത്തിൽ 10 അതായത് അവസാനത്തെ 10 എന്നല്ല, അവസാനത്തിൽ 1, 2, 3, 4, 5, 6, 7, 8 വരും. കണ്ടോ? അപ്പോൾ ഒരു പീരീഡിൽ വരുന്ന ആൾക്കാരുകളുടെ എന്താണ് സെയിം എന്ന് പറയുന്നത്? ഷെല്ല് എന്ന് പറയുന്ന സെയിം ആയിരിക്കും. ഒന്നാമത്തേതിൽ കെ, രണ്ടാമത്തെ എല്, എം, എൻ എന്നാൽ ഷെല്ലിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ, പീരീഡുകളും ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, കുറച്ചധികം പോയിന്റുകൾ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച പോയിന്റ് എന്തായിരുന്നു? മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ എന്താ പഠിച്ചത്? മോഡേൺ പീരിയോഡിക് ലോ നമ്മുടെ ഹെൻറി മോസ്ലി വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റുകളുടെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് അറ്റോമിക് മാസിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല, പകരം അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ ക്രമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പീരിയോഡിസിറ്റി ഉണ്ടാകുന്നത് അവരുടെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്താണ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് സിമ്പിളായി അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരു പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കണം. ഒരു ന്യൂട്രൽ ആറ്റം എന്ന് എടുത്ത് തന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോട്ടോണിൻ്റെ എണ്ണമെന്നോ ഇലക്ട്രോണിൻ്റെ എണ്ണമെന്നോ പറഞ്ഞാൽ അതും എന്ത് തന്നെയായിരിക്കും? അറ്റോമിക് നമ്പർ ആയിരിക്കും. അത് ഞാൻ എന്തുകൊണ്ട് ഇവിടെ എടുത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ നോർമലി പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പക്ഷേ ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ അത് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ന്യൂട്രൽ ആറ്റത്തിൽ എപ്പോഴും അവിടെയുള്ള പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം സെയിം ആയിരിക്കും. ഇനി എന്താണ് ന്യൂട്രൽ ആറ്റം? ചാർജുകളൊന്നും തന്നെ ഇല്ലാത്ത ആറ്റമാണ് എന്ത്? ന്യൂട്രൽ ആറ്റം എന്ന് പറയുന്നത്. അതിൽ പോസിറ്റീവ് ചാർജിൻ്റെ അളവ് തന്നെയായിരിക്കും നെഗറ്റീവ് ചാർജിനും. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. അങ്ങനെയുള്ള നമ്മളൊരു ആറ്റം എടുത്തപ്പോൾ അതിൻ്റെ പീരിയോഡിസിറ്റിയുടെ കാര്യം നമുക്ക് മനസ്സിലായി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാരണമാണ് ഇതുണ്ടാകുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക പാത്തിലാണ്. ആ പാത്തിലാണ് നമ്മൾ ഷെൽ എന്ന് വിളിക്കുന്നത്. ആദ്യത്തേത് കെ, രണ്ടാമത്തേത് എല്, മൂന്നാമത്തേത് എം, നാലാമത്തേത് എൻ എന്നിങ്ങനെയാണ് പോകുന്നത്. കെയിൽ 2 കൊള്ളും, എല്ലിൽ 8 കൊള്ളും എന്നിങ്ങനെയാണ് അതിലെ എണ്ണം എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓരോ ഷെല്ലിനകത്തും ചെറിയ ചെറിയ മുറികളായിട്ടുള്ള സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലിനകത്താണ് സത്യത്തിൽ ഒരു ഷെല്ലിനകത്ത് പോകുന്ന ഇലക്ട്രോൺ ചെന്നിരിക്കുന്നത് എവിടെയാണ്? സബ് ഷെല്ലിനകത്താണ്. അത്രയും മതി. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ഓർബിറ്റലും ക്വാണ്ടം നമ്പറും ഒക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവും. അവിടെ നിർത്തുക. ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിനകത്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള കോളങ്ങളുണ്ട്. അതിൽ ഹൊറിസോണ്ടൽ കോളങ്ങളെ നമ്മൾ വിളിച്ച പേര് പീരീഡ്. 7 പീരീഡുകളാണ് ഉള്ളത്. 2 എണ്ണം മാറിക്കിടപ്പുണ്ട്. അവർ വേറെയല്ല, ലാന്തനൈഡിൻ്റെ ബാക്കിയും ആക്ടിനൈഡിൻ്റെ ബാക്കിയാണ്. സോ അവരെ ലാന്തനൈഡ്സ് എന്നും താഴെയുള്ള ആളെ ആക്ടിനൈഡുകളെന്നും വിളിക്കുന്നു. അറേഞ്ച്മെൻറ്റിന് വേണ്ടി തിരിച്ചു എന്ന് വിചാരിക്കുക. ഒരു പീരീഡ് നമ്മൾ എടുത്താൽ പീരീഡിനകത്തുള്ള എല്ലാവരും ഒരു ഷെല്ലിലായിരിക്കും അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. അതായത് ആദ്യത്തെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് എസ് എന്ന് പറയുന്ന ഷെല്ലിലായിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് എൽ എന്ന സബ് ഷെല്ലിലായിരിക്കും. മൂന്നാമത്തെ എടുത്തു കഴിഞ്ഞാൽ കെ എൽ എമ്മിലായിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. ഇനി ഗ്രൂപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഗ്രൂപ്പിനകത്ത് വരുമ്പോൾ എന്താ സിമിലർ ആയിട്ട് വരുന്നത്? ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം ഗ്രൂപ്പിൽ സെയിം, പീരീഡിൽ ഷെല്ലിൻ്റെ നമ്പർ സെയിം. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ഗ്രൂപ്പിൽ ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം. ആദ്യത്തിൽ 1 കാണും, രണ്ടാമത്തെ 2 കാണും, ഇവിടെ 3 കാണും, 4 കാണും, 5 കാണും, 6 കാണും, 7 കാണും. ഈ അവസാനമുള്ള നോബിൾ ഗ്യാസുകളിൽ 8 എണ്ണം ഔട്ടർ മോസ്റ്റിൽ കാണും. ഇങ്ങനെയാണ് ഒരു പീരിയോഡിക് ടേബിളിനകത്തുള്ള പീരിയോഡിസിറ്റി പോകുന്നത്.
അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. 7 പീരീഡും 18 ഗ്രൂപ്പുകളും ഉണ്ട്. വെർട്ടിക്കൽ കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പ് എന്നും ഹൊറിസോണ്ടൽ റോയെ നമ്മൾ പീരീഡ് എന്നും വിളിക്കുന്നു. ഇവരെ അറ്റോമിക് ഷെല്ലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? പീരീഡ്സിനെ പറ്റി നമ്മൾ നോക്കിയാൽ 7 പീരീഡുകളാണുള്ളത്. ഈ എല്ലാ പീരീഡും സ്റ്റാർട്ട് ചെയ്യുന്ന ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. എലമെൻറ്റുകൾ ഒരു സെയിം പീരീഡിലാണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ഷെൽസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ആ പീരീഡിലുള്ള ഓരോരുത്തരുടെയും ഷെൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ? അതായെന്ന് വെച്ചാൽ കെ ഉള്ളവർക്കാണെങ്കിൽ എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത് എവിടെയായിരിക്കും? കെയിലായിരിക്കും. അവരൊരു ഗ്രൂപ്പ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എലമെൻറ്റുകളുടെ എണ്ണം നോക്കാം. ഒന്നാമത്തെ പീരീഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രോജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പീരീഡിൽ ലിഥിയം തൊട്ട് നിയോൺ വരെയുണ്ട്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 എലമെൻറ്റുകളുണ്ട്. മൂന്നാമത്തേലാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 18 എലമെൻ്റ് ഉണ്ട്. ആറാമത്തേൽ 32, ഏഴാമത്തേത് എന്ന് പറയുന്നത് അന്ന് ഒരു ഇൻകംപ്ലീറ്റ് പീരീഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഈ പറയുന്ന വേക്കൻസി ആയിട്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. അന്ന് കണ്ടുപിടിച്ചപ്പോൾ ഇതൊക്കെ വേക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഏഴാമത്തേനെ വേക്കൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു പീരിയോഡിക് ടേബിളിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? പല പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ആദ്യം കാണുന്ന ഇത്രയും പേര് ഇവർ എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലിൽ ഇരിക്കും എന്ന് വിചാരിക്കുക. സബ്ഷെല്ലിൽ ഞാൻ പറഞ്ഞു തന്നു. ഇത് ഇത്രയും പേര് പി ബ്ലോക്ക് എലമെൻറ്റുകളാണ്. ഇവിടുത്തെ ഔട്ടർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പി ബ്ലോക്കിലായിരിക്കും. ഇത് ഇത്രയും പേര് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇത്രയും പേരെന്ന് പറയുന്നത് എന്താണ്? എഫ് ബ്ലോക്ക് എലമെൻ്റ് എന്നിങ്ങനെ 4 ബ്ലോക്കുകൾ നമുക്കുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്താണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ഗ്രൂപ്പുകൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഔട്ടർ മോസ്റ്റിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. പീരീഡ് പറഞ്ഞത് എന്തായിരുന്നു? ഷെല്ലിൻ്റെ നമ്പർ. ഇപ്പോൾ പീരീഡ് ബ്ലോക്ക് നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ബ്ലോക്ക് സബ് ഷെല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഗ്രൂപ്പ്. പീരിയോഡിക് ടേബിളുകളിലെ ഓരോ ഗ്രൂപ്പുകൾക്കും നമുക്ക് പേരുണ്ട്. ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പഠിച്ച ഗ്രൂപ്പ് തന്നെ. ഏത്? 18 ഗ്രൂപ്പ്. അതിൽ ഓരോന്നിനും പേരുണ്ട്. ഒന്നാമത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽ. രണ്ടാമത്തെയാണ് ആൽക്കലി എർത്ത് മെറ്റൽ. ഈ പറയുന്ന നൈട്രോജൻ ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് നിക്കോജൻസ്. അതല്ലെങ്കിൽ ഇത് നമ്മൾ ബോറോൺ ഫാമിലി എന്ന് വിളിക്കും. ഇവനെ കാർബൺ ഫാമിലി എന്ന് വിളിക്കും. ഇവിടെ നൈട്രോജൻ ഫാമിലി എന്ന് തന്നെ വിളിക്കുന്നത്. അതിന് നിക്കോജൻ എന്ന് പറയുന്ന ഒരു പേര് കൂടെ ഉണ്ട്. അടുത്ത് ഒ എന്ന് പറയുന്ന ഓക്സിജൻ ഗ്രൂപ്പിന് നമ്മൾ കാൽക്കോജൻസ് എന്ന് വിളിക്കുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന നമ്മൾ എന്ത് വിളിക്കും? ഹാലോജൻസ് എന്ന് വിളിക്കുന്നു. ലാസ്റ്റ് കിടക്കുന്ന ഇവരെയാണ് നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പിൻ്റെ പേരാണ് എന്ത് വിളിക്കും? നോബിൾ ഗ്യാസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം വരുന്നു ആൽക്കലി എർത്ത് മെറ്റൽ. ലിഥിയം തൊട്ട് നമ്മുടെ എന്താണ് ഫ്രാൻസിയം വരെ ഉള്ളവരെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽ എന്ന് വിളിക്കുന്നത്. കാരണം ഇവർ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കലി ഫോം ചെയ്യുന്നു. ആസിഡും ബേസും ആൽക്കലീസും ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇവരുടെ വാലൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അടുത്ത് ആൽക്കലി എർത്ത് മെറ്റൽ എന്ന് പറയുന്നത് രണ്ടാമത്തേത്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാലൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞു ആദ്യത്തിനകത്ത് ഔട്ടർ മോസ്റ്റിൽ 1 എണ്ണം, രണ്ടാമത്തേതിനകത്ത് ഔട്ടർ മോസ്റ്റിൽ 2 എണ്ണം, അടുത്ത് ബോറോണിനകത്താണെങ്കിൽ 3 എണ്ണം, നാലാമത്തേതിനകത്ത് എന്തായിരിക്കും? കാർബൺ ഫാമിലി, അഞ്ചാമത്തേത് എന്തായിരിക്കും? നൈട്രോജൻ ഫാമിലി, ആറാമത്തേത് എന്തായിരിക്കും? എന്ന് വെച്ചാൽ ഇവരുടെ ഈ പറയുന്ന ഔട്ടർ മോസ്റ്റിനകത്തുള്ള എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും എർത്ത് മെറ്റൽസിൽ. അടുത്ത് വരുന്ന ഹാലോജൻസ്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരെ പറ്റി പറയാത്ത. ടെക്സ്റ്റ് പോയിന്റിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഹാലോജൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ് ഹാലോജനുകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവരുടെ നമ്പർ ഓഫ് വാലൻസി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 7 ആയിരിക്കും. വാലൻസി 1 ആയിരിക്കും. നോബിൾ ഗ്യാസാണ് ഏറ്റവും അവസാനമുള്ളത്. അതൊന്ന് നോക്കി വയ്ക്കുക. നോബിൾ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോബിൾ അവർ ഒരാളുമായിട്ടും റിയാക്ട് ചെയ്യാൻ പോകത്തില്ല. കാരണം നോബിൾ ഗ്യാസ് നമ്മൾ ആരെടുത്താലും അതിപ്പോൾ നമ്മൾ ഹീലിയം ആയിരിക്കും, നിയോൺ ആയിക്കോട്ടെ, ആർഗോൺ, ക്രെപ്റ്റോൺ, സെനോൺ, റെഡോൺ. ശ്രദ്ധിക്കുക, റെഡോൺ ഒരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു നോബിൾ ഗ്യാസാണ്. അതൊരു പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ നോബിൾ ഗ്യാസിൽ ഏക റേഡിയോ ആക്റ്റീവായിട്ടുള്ള നോബിൾ ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ റെഡോൺ ആണ്. ഓക്കെ ആണല്ലോ. ഇവർ ഓർഡർലെസ് ആണ്, കളർലെസ് ആണ്. ഇവർ അങ്ങനെ എന്ത് ചെയ്യത്തില്ല? റിയാക്ട് ഒന്നും ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേ, ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഔട്ടർ മോസ്റ്റിൽ 1 എണ്ണം, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 2 എണ്ണം, മൂന്നാമത്തെ ഗ്രൂപ്പിൽ 3 എണ്ണം, നാലാമത്തെ 4 എണ്ണം. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന 18ാമത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഇവിടുത്തെ ട്രാൻസിഷൻ എലമെൻറ്റുകളെ വിട്ടിട്ട് ബാക്കിയാണ് പറയുന്നത്. ഇവിടെ എത്രയായിരിക്കും? ഔട്ടർ മോസ്റ്റിൽ 8 എണ്ണം കാണും. ഔട്ടർ മോസ്റ്റ് 8 കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ്? ഇവർ
ഒക്ടക്റ്റ് റൂൾ ഫുൾഫിൽ ചെയ്തു. ഒക്ടക്റ്റ് റൂൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവൻ എന്താണ്? അവൻ സ്റ്റേബിളാണ്. അവന് ഇനി അങ്ങോട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്രയും പൈസ നിങ്ങളുടെ കയ്യിൽ തന്നു, പിന്നെ നിങ്ങൾ പണിക്ക് പോവുമോ? ഇല്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടി, നിങ്ങൾ ചുമ്മാ ഇരിക്കും. അതുപോലെ തന്നെയാണ് എന്താ, ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡി കിട്ടി, ഗ്രൂപ്പ് ഡി നിങ്ങളടുത്ത് പ്രൊമോഷൻ അടിച്ച് വലിയൊരു പദവിയിലെത്തി എന്ന് വിചാരിക്കുക, ഫുൾ ശമ്പളം കിട്ടി. അല്ലെ നിങ്ങൾ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചു 10 കോടി രൂപ. ആ 10 കോടി രൂപ നിങ്ങളുടെ അടുത്ത് വീട്ടിൽ ചുമ്മാ ആയിരിക്കും, നിങ്ങൾ ജോലിക്ക് പോകുമോ? 90% വീട്ടിൽ ചുമ്മാ ആയിരിക്കും. അതുപോലെയാണ് നമ്മുടെ നോബിൾ ഗ്യാസ്. ഔട്ടർ മോസ്റ്റിൽ 8 എണ്ണം കിട്ടി, ഇനി ഒരു പണിക്കും പോകേണ്ട, ചുമ്മാതിരിക്കും. സോ ദേ ആർ ലെസ് റിയാക്റ്റീവ്. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് നോബിൾ ഗ്യാസുകൾ ലെസ് റിയാക്റ്റീവായി? വളരെ ഉത്തരം സിമ്പിളാണ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് അവരെന്തായി? നോബിളായി. ഓക്കെ ആണല്ലോ? കുറച്ചധികം പോയിന്റുകൾ എന്ന് പറഞ്ഞു, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റുകളാണ്. സോ വ്യക്തമായിട്ട് പഠിച്ചോളാം. പീരിയോഡിക് ടേബിൾ തീരുന്നില്ല, ഇനിയും അതിനകത്ത് പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ്, അതായത് നമ്മളെ ആറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നൊക്കെ ഉള്ള കുറച്ച് ടേംസുകൾ കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.